നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയല്ലേ, മഴ പെയ്യണ സമയം. പണ്ട് ചെറുപ്പത്തിൽ ഈ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയത്ത് മെയ്യൊക്കെ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നല്ല മഴ പെയ്തു തുടങ്ങുമല്ലോ. അങ്ങനെ ഇതുപോലെ ഒരു മഴ പെയ്യണ ഒരു സമയത്ത് 2 മാസത്തെ സ്കൂൾ പൂട്ടിലിങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്കൂൾ പൂട്ടൊക്കെ ഞാൻ നേരെ അമ്മ വീട്ടിൽ പോകാറുണ്ട് കേട്ടോ. അമ്മ വീട്ടിൽ നിൽക്കാൻ പോകും. പിന്നെ അവിടെ കുറേ ദിവസം അവിടെ തന്നെ ആയിരിക്കും, ഒരാഴ്ചയൊക്കെ ഏകദേശം അവിടെ നിൽക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാവും കേട്ടോ, എല്ലാ ആൻറ്റിമാരുടെ മക്കളും എല്ലാവരും ഉണ്ടാവും അവിടെ. അങ്ങനെ ഒരു ദിവസം അമ്മ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് അവിടെ പശുക്കളുണ്ട് കേട്ടോ, 3-4 പശുക്കളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ പശുവിനെ കറക്കാൻ വേണ്ടി അച്ചാച്ചനും ആൻറ്റി രാവിലെ തന്നെ എനിക്ക് കേട്ടോ. 4 മണിയൊക്കെ ആകുമ്പോൾ പശുവിനെ കറക്കാൻ ഇരിക്കണം. അപ്പോൾ പശുവിനെ കറക്കാൻ അവർ എനിക്കും. അപ്പോൾ നമ്മൾ സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്കുമല്ലോ 6 മണിയൊക്കെ ആകുമ്പോൾ അതിലവർ നടക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പാവിരിച്ച് ഇങ്ങനെ ഹാളിലേക്ക് ഇങ്ങനെ കിടക്കണം. അപ്പോൾ അവരതിലൊക്കെ നടന്നു സമയത്ത് ഞാനും കണ്ണുറന്ന് ഇങ്ങനെ കിടക്കും. ഇവരുടെ ആൻറ്റിയുടെ മക്കളുണ്ട്, അച്ചാച്ചൻ്റെ മക്കളുണ്ട്. ഇവരായിരിക്കട്ടെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. പാല് കൊണ്ടേ കൊടുക്കുക, പശുവിനെ അഴിച്ചു കൊണ്ടേ കെട്ടുക, അച്ചാച്ചനെ കൊണ്ടുപോകും. ഇവരൊക്കെ അവരെ സഹായിച്ച് ഇവർക്ക് കൊണ്ട് നല്ല പണിയാണ് അവിടെ കേട്ടോ, ആൻറ്റിയുടെ മക്കൾക്ക്. അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഇങ്ങനെ നല്ല പണിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ദിവസം ഇങ്ങനെ വരുന്ന ആർക്കായാലും നമ്മളിങ്ങനെ രാവിലെ എണീക്കാനൊക്കെ ഒരു ഇഷ്ടക്കേടുണ്ടാവില്ല. ഇത് രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റ് പാലുകൊണ്ടേ കൊടുക്കാമെന്ന് പറയുമ്പോൾ വിളിക്കുമ്പോഴായാലും ആരും എണീക്കില്ലല്ലോ, നമുക്ക് പിന്നെ നല്ല ഉറക്കമായിരിക്കുമല്ലോ ഫുൾ ടൈം. അങ്ങനെ ഇരിക്കുന്ന ഞാനിങ്ങനെ കണ്ണോട് നടക്കായിരിക്കും. ഇവരെ കുറേ വിളിച്ചാളാണ്ട് ഇവരെ എനിക്കുള്ളത്. അങ്ങനെ ഇവർ എനിക്ക് പാലൊക്കെ സഞ്ചിയിലാക്കി കൊണ്ടുപോയി കൊടുക്കും. അപ്പം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ഞാനും ഇവരോടെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സഞ്ചിയിൽ നിറച്ചും പാലുണ്ട്, പിന്നെ ബാക്കി കയ്യിലാണ്. 2 കുപ്പി പാല് ഞാനും പിടിച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കാണ് ആ സമയമാണ് രാവിലെ തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാല് കൊണ്ട് പോകണം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കാല് കല്ലിൽ തട്ടിയിട്ട് ഞാൻ വീഴാൻ പോയി. അപ്പോൾ ഒരു കുപ്പി എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് നിലത്തേക്ക് വീണു. അടപ്പ് തുറന്നു പോയിട്ട് പാല് പോയി, ഒരു 1/4 ഭാഗം പാല് അതിനകത്ത് നിന്ന് പോയിട്ടോ. അപ്പോൾ ഇങ്ങനെ നനഞ്ഞാൽ കിടക്കണോണ്ട് പെട്ടെന്ന് പാല് പടർന്നു റോട്ടിലിങ്ങനെ. അപ്പോൾ തന്നെ പെട്ടെന്ന് കുപ്പി എടുത്തു. അതിനിപ്പോൾ തന്നെ ഞങ്ങൾ ചരലിട്ടിട്ട് ആ പാല് കിടന്ന സ്ഥലം അങ്ങോട്ട് മൂടി കളഞ്ഞിട്ടോ, മണ്ണിട്ടിട്ട് അങ്ങോട്ട് മൂടിയിട്ട് നേരെ പോണത്. ഞാൻ പേടിച്ച് കാണതേ, അത്രയും പാല് പോയില്ലോ. ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഞങ്ങൾ ഓരോ വീട്ടിൽ ഇങ്ങനെ പാല് കൊടുത്ത് ഇങ്ങനെ ഓരോ വീട്ടിൽ വെച്ച് ഇങ്ങനെ മതിൽ വേണക്കണേ, മതിലിൻ്റെ മുകളിലൊക്കെ വയ്ക്കുക. ഓരോ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ആ വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ ആർക്കാണ് വേണ്ടത് ആ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുക. അങ്ങനെ ഈ വീടിൻ്റെ അടുത്തെത്തി ഈ പാല് കൊടുക്കണ്ട. ആ വീട്ടിലെത്തിക്കുമ്പോൾ അവർ കാണൂലേ ഇത്രയും പാല് കുറവാണല്ലോ. അങ്ങനെ വന്നപ്പോൾ എന്താ ഞങ്ങൾ എന്തൊരു പരിപാടി ചെയ്തെന്നറിയാം. അവിടെ അടുത്ത് ടാപ്പ് ഉണ്ടായിരുന്നു. ടാപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കറക്റ്റാക്കിയിട്ട് നേരെ വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ ആ ദിവസം മൊത്തം വന്നപ്പോൾ തുടങ്ങി എനിക്ക് പേടിയായിരുന്നു. ഇവന്മാരെങ്ങാനും വീട്ടിലേക്ക് വരുമോ, പാലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണമല്ലോ, അവന്മാരൊക്കെ പറയുമോ പാലിൽ വെള്ളം ഒഴിച്ച പാലാ തന്നെ, അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടുമല്ലോ, എന്താ സംഭവിക്കാൻ പോകുന്ന ഇങ്ങനെ കാര്യങ്ങൾ. പിന്നെ അത് മറന്നു, പിന്നെ അത് ഒക്കെ റെഡിയായി. പിന്നെ നമ്മൾ പഴയ പോലെ ആയില്ല. അപ്പോൾ പിന്നെ വേറെ കഥകളൊക്കെ ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ പോയത്, പന്നികളുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, അതുപോലെ തന്നെ ഞങ്ങൾ പന്നീനെ വളർത്തുണ്ടായിരുന്നു, അതിൻ്റെ കഥ. പിന്നെ എന്നിട്ടാ നമുക്ക് അതുണ്ടായിരുന്നു, ചെരുപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, പന്ത് ഉണ്ടാക്കണമായിരുന്നു, ക്രിക്കറ്റ് ബോളിൽ, അതിൻ്റെ കഥ. കുറേ പന്തൊക്കെ ഉണ്ടാവും. അത് അടിപൊളിയായിരുന്നു ആ സീൻ. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ക്രിക്കറ്റ് കളിക്കാൻ പോണ ഒരു കഥയുണ്ട്. പിന്നെ തല പൊട്ടി തരണമുണ്ട്, ഓടി വീണത്, അതൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ. അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആണ് കേട്ടോ.